എന്നോട് ഇങ്ങ വന്ന് എല്ലാം ചൊല്ലണമെന്ന് ചൊല്ലിയിട്ട് അവർ മാർക്കറ്റിലേക്ക് പോയച്ചു മാഡം. அந்த കർമ്മി എന്നതോ കുറിച്ച് കൊടുത്താച്ചേ. ശരവണ, ശരവണ, ശരവണ. ഹരി സാർ എല്ലാം കിടച്ചാ കൊടുക്ക. എല്ലാം വാങ്ങിയിട്ടുണ്ട് നിത്യ. പക്ഷേ ലിസ്റ്റ് വെച്ച് എല്ലാം ഒന്ന് ഒത്തു നോക്കണം. സാധാരണ പൂജ പോലെയല്ല ഇതിന്റെ കാര്യം. നമ്മൾ ഓടിച്ചെന്നാ കിട്ടണമെന്നില്ല. ഞാൻ നോക്കിക്കോളാം. ആന്റി, നാളെ വെളുപ്പിനെ തന്നെ ഞാൻ പോയി കർമ്മിയെ കൂട്ടിക്കൊണ്ടുവരാം. പിന്നെ ഇവിടെ എന്തെങ്കിലും പ്രത്യേകിച്ച് ഒരുക്കങ്ങൾ വേണമെന്ന് ചോദിച്ചപ്പോ വേണ്ടെന്നാ പറഞ്ഞത്. കുറച്ച് പശുവിന്റെ ചാണകം എടുക്കണം. നമ്മുടെ ദേവദത്തൻ സാറില്ലേ, അവിടെ പശുവുണ്ട്. അത് ഞാൻ പോയി എടുത്തോളാം. അയ്യോ, അത് വേണ്ട ഹരി. അതൊക്കെ ഞാൻ പോയി എടുത്തോണ്ട് വന്നോളാം. അതിനെന്താടോ, താൻ ഒരു കാര്യത്തിലും ഓടി ബുദ്ധിമുട്ടണ്ട. അച്ഛന് വേണ്ടിയുള്ള പ്രാർത്ഥനയോടെ നാളെ ചടങ്ങുകൾ ചെയ്താൽ മാത്രം മതി. സാർ, ഇപ്പത്താൻ സാർ എന്നോட സിസ്റ്റർക്ക് കൊഞ്ചം മനനിമ്മതി കിടച്ചത്. അവരേതാവതും മനസ്സിൽ നനയ്ക്കുമ്പോ അതൊക്കെ ഒരാള് ഇന്ത മാതിരി കൂട്ടുനിന്ന അത് പോതും സാർ. ഇത്രയും കാലം അവർ അനുഭവിച്ച കഷ്ടതയ്ക്ക് പരിഹാരം ഇത് പോതും സാർ. എന്നാ ഞാൻ ദേവദത്തൻ സാറിന്റെ അടുത്ത് പോയിട്ട് വരാം. ഇനി ഈ കർമ്മം നേരെ ചൊവ്വെന്ന് അവസാനിച്ചാലേ മനസ്സിനൊരു സമാധാനം കിട്ടും. ശരവണൻ പറഞ്ഞത് ശരിയാ മോളെ. നമ്മുടെ മനസ്സറിഞ്ഞ് നമ്മുടെ കൂടെ നിൽക്കുന്ന ഒരാളാണ് നമ്മുടെ രക്ഷകൻ. അയാളെയാണ് ദൈവം നമുക്ക് വേണ്ടി അയക്കുന്നത്. ഞാൻ ഇതൊക്കെ ഒന്ന് നോക്കട്ടെ അമ്മ. താ ശരവണ. അമ്മ, നിത്യാവോടെ ചെറിയച്ഛനും ഫാമിലി എല്ലാം വരുമ്പോ ഹരിസാറിന്റെയും നിത്യാവുടെയും കാര്യം ചൊല്ലണം അമ്മ. പറയണം. രഘുവേട്ടനെ വിളിച്ചപ്പോ ഞാൻ അതുകൂടി പറഞ്ഞിട്ടുണ്ട്. അവളുടെ അച്ഛന്റെ ഓർമ്മ ദിവസം തന്നെ അക്കാര്യത്തിൽ ഒരു തീരുമാനം എടുക്കണം. ആമാ.